ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടാപ്സ് ആപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയ മിഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാം. ഫസ്റ്റത്തെ ആൻസർ നാളെ തന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആൻസർ ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കുക. ഓക്കെ. പിന്നെ ഇതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ബൂസ്റ്റ് ടാപ്പിംഗ് ഒരു യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ടാപ്പിങ്ങിൻ്റെ എമൗണ്ട് ടാപ്പിംഗ് എമൗണ്ട് നമുക്ക് കൂട്ടിയെടുക്കുക. അത് കുറഞ്ഞ സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, 20 സെക്കൻഡ് ആ സമയത്തേക്ക് അത്ര സമയത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം. 20-25 സെക്കൻഡ് അങ്ങനെ എന്തോ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഇതിൽ എന്ത് ചെയ്യുക, കൂടുതൽ പോയിൻ്റ് എടുക്കുക. നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ ടാപ്പിംഗ് ഒരു യൂസ് ചെയ്യുക, അല്ലാത്തപ്പോൾ റോബോട്ട് വെച്ചിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്ന കോലത്ത് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്തെടുത്തത് വളരെ കുറവാണ്, ഏകദേശം 10,51,000 കോയിനായി. പിന്നെ ഇതിൽ ഒരു 4 ലക്ഷം റിവാർഡ് ഇതിൽ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിൽ 4 ലക്ഷത്തോളം അങ്ങനെ റിവാർഡ് വന്നതാണ്. ബാക്കി കഴിഞ്ഞ 2 ലക്ഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടണം. ഏതായാലും ഇതിൽ എമൗണ്ട് കോയിന് വെറുതെ കിടക്കുന്നുണ്ട്. അതിന് ലിമിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം വേറൊരു പ്രൊജക്റ്റും കൂടെ ഞാനിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്താക്കിയിട്ടുണ്ട്, ഈ കോയിൻ ഫുള്ള് തീർത്തുണ്ട്. അപ്പോൾ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബീക്കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കോയിൻ കിട്ടുന്നതാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഗെയിം കളിച്ചിട്ട് നമുക്ക് കോയിൻ കിട്ടുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് ബീക്കോയിൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ ഈ കോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സപ്ലൈ കാണിക്കുന്നുണ്ട് 21, ബാക്കി 12 സീറോ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ. അപ്പോൾ ഇതിലൊരു 4-5 ഹാവിങ് ഉണ്ടാവും. ഹാവിങ് വെച്ചാൽ ഈ റിവാർഡ് കട്ട് ചെയ്യുക. ഇതിലിപ്പോൾ നമുക്ക് 2048 വരെയാണ് നമുക്കിതിൽ ഗെയിം കളിച്ചിട്ട് നമുക്ക് എത്തുന്നത്. അപ്പോൾ അത് എത്തിക്കുകയാണെങ്കിൽ 80,000 ബീക്കോയിനാണ് നമുക്ക് കിട്ടുക. അതുവരെ എത്തിക്കണം എന്നില്ല, നമുക്ക് ഓരോ മൂവിങ്ങിനും നമുക്ക് എന്താകുണ്ട്, നമുക്കിതിൽ ബീക്കോയിന് ചെറിയ എമൗണ്ട് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ തേർഡ് ഹാവിങ് വിൽ ബി ആഫ്റ്റർ എമൗണ്ട് കാണിക്കുന്നുണ്ട് 6300, പിന്നെ കുറേ മില്യൺസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. അപ്പോൾ സപ്ലൈ അല്ല, ഹാവിങ് വരുന്ന അത്രയാണ്. 21 എന്നുള്ള കാണിക്കുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ കാണിക്കുന്നത്. പിന്നെ 5532 എന്നുള്ള കാണിക്കുന്നതാണ് ഇതുവരെ ആൾക്കാർ മൈൻ ചെയ്തെടുത്ത കോയിന്. നമുക്കിതെങ്ങനെ കളിക്കേണ്ടത് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് മൈന് കൊടുക്കുക. പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഇതിലിപ്പോൾ തേർഡ് ഹാവിങ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം 1 ലക്ഷം കോയിനാണ് ഇതിൽ കൊടുത്തത്. 2048 വരെ എത്തിക്കുന്നതിന് 1 ലക്ഷം ബി കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാവിങ്ങിന് ശേഷം പിന്നെ എന്ത് ചെയ്ത് അത് 2560 എത്തിച്ചു. പിന്നെ സെക്കൻഡ് ഹാവിങ് ആണ്. സെക്കൻഡ് ഹാവിങ്ങിൽ അവർ 80 ടോക്കണാണ് കൊടുത്തത്. ആദ്യം 1 ലക്ഷം കൊടുത്തു. ഫസ്റ്റ് ഹാവിങ്ങിന് ശേഷം 2560 ലെവലിലേക്ക് എത്തിച്ചു. പിന്നെ സെക്കൻഡ് ഹാവിങ്ങിന് ശേഷം 80 എത്തിച്ചു. 80 എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ കളിക്കൽ കുറവായിപ്പോയി. അതിൻ്റെ ഇടയിൽ മറ്റുള്ള കുറേ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയപ്പോൾ ഇതിൽ കളിക്കാൻ ആരും ഇല്ലാണ്ടായി. അപ്പോൾ ഒരു എന്ത് ചെയ്ത് ഒരു 1000x ബൂസ്റ്റർ കൊണ്ടുവന്നിട്ട് 80,000 എത്തിച്ചപ്പോൾ കുറേ ആൾക്കാർ ഇതിലെന്ത് ചെയ്യും, വീണ്ടും കുറേ ആൾക്കാർ മടങ്ങി വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അറിയാത്തവരുണ്ട്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ കളിച്ച് തുടങ്ങാം. ഇപ്പോൾ നല്ല ലെവലിൽ മില്യൺസ് കണക്കിന് കോയിൻസ് നമുക്കിപ്പോൾ മൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഞാനിതിൽ മൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ 55,000 ബീക്കോയിനാണ് ഇപ്പോൾ ഇതിൽ ഞാൻ ഏൺ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതുകൊണ്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക 2-2. അപ്പോൾ അത് മൂവ് ചെയ്തപ്പോൾ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2-2 കൂട്ടുക, 4-4 കൂട്ടുക, 8ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതിപ്പോൾ കൂട്ടാൻ പറ്റുന്നത് 2-2 ആണ്. പിന്നെ ഈ 4-4 കൂട്ടി 8ആക്കി, 8-8 16ആക്കി. പിന്നെ അത് വീണ്ടും എന്താ ചെയ്യുക, അങ്ങനെ 16-16 32 ആക്കി. ഈ ലെവലുള്ളൊരു ഗെയിമാണ്. അപ്പോൾ നമുക്കിതിൽ കാണാം, വിൻ എന്നുള്ളടത്ത് കാണാം. നമുക്ക് ഓരോ മാച്ചിങ്ങിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബീക്കോയിൻ ഇങ്ങനെ ചെറിയ രീതിയിൽ മൈൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ മാക്സിമം 640 അപ്പോൾ എന്ത് ചെയ്യുക, അതിങ്ങനെ മാക്സിമം കളിക്കുക, മാക്സിമം പോയിൻ്റ് ഏൺ ചെയ്യുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ
1 മാസം കൊണ്ടൊക്കെ ലിസ്റ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ടോക്കൺ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ മൈൻ ചെയ്യുന്നത് കുറയും, റിവാർഡ് കുറയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നല്ല ലെവലിൽ കൂടുതൽ മൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാക്സിമം കളിക്കുക പറഞ്ഞാൽ 4 കളിയാണ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് കളിക്കാൻ കഴിയുക. അപ്പോൾ ഞാനിതിൽ 512 1024 വരെ എത്തിച്ചിട്ടുണ്ട്. ആകെ ഒരു പ്രാവശ്യം 1024 വരെ എത്തിച്ചു. ഒരു 3-4 പ്രാവശ്യം 512 വരെ ആ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 4 ഗെയിമാണ് നമുക്ക് കുറഞ്ഞ സമയം കളിക്കാൻ പറ്റുക. മാക്സിമം ഗെയിം കളിക്കുക. ഇതിൽ കാണാൻ ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെയിം പോയിട്ടോ, ബൈ കൊടുത്തു. അപ്പോൾ ഇതിൽ കാണാം 3 of 4, 4 കളിയിൽ 3 എണ്ണം ബാക്കിയുണ്ട്. ഇനി അടുത്ത സെക്ഷന് 6 മണിക്കൂറിന് ശേഷം പിന്നെ ഒരു 4 കളിയും കൂടിയും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം കളിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു 8 കളിയോ 12 കളിയോ നമുക്കിതിൽ ഒരു ദിവസം കളിക്കാം. നേരത്തെ ഞാൻ കാണിച്ചു തന്നപ്പോൾ 57K ആയിരുന്നു, ഇപ്പോൾ 59K ആയി. അപ്പോൾ ഇതൊക്കെ എൻ്റെ റെഫറൻസ് ആണോ? ഇതൊക്കെ എൻ്റെ റെഫറൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ കളിച്ചതുകൊണ്ട് എൻ്റെ റെഫറൻസും ഉണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ മൈൻ ചെയ്ത് കാണാം. 59K ആണ് മൈൻ ചെയ്തത് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇൻവൈറ്റ് ബഡ്ഡി എന്ന് പറഞ്ഞിട്ട്. റിവാർഡ് ഫോർ ഇൻവൈറ്റഡ് ബഡ്ഡി. ഞാൻ 4 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അവരുടെ കളിക്കുന്നതിൻ്റെ റിവാർഡ് വന്നതാണ്. പിന്നെ അവർ ചെയ്തതിൻ്റെ റിവാർഡും വന്നിട്ടുണ്ട് 3160. ഏകദേശം ഒരു 1000 ടോക്കണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ലെവലിൽ നമുക്ക് 1000-ഓളം ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ കളിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് മില്യൺസ് കണക്കിന് ടോക്കൺസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ഇനി കുറഞ്ഞ ടോക്കൺ കൂടി ഉള്ളൂ. 6300 എത്താനെന്ന് പറഞ്ഞാൽ 5500 ആയി. 6500 വേണ്ട, 800 കൂടി എത്തിക്കഴിഞ്ഞാൽ എന്തായി, ഈ ലെവൽ കഴിയും. ചിലപ്പോൾ വീണ്ടും വരും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഹാവിങ് കഴിഞ്ഞാൽ ഈ ടോക്കൺ റിവാർഡ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം കളക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു 2-3 ദിവസം മാക്സിമം കളിക്കുക. മാക്സിമം ഇത് ബിറ്റ്കോയിൻ മൈൻ ചെയ്യുക. പിന്നെ നമുക്ക് കളിച്ചടക്കും. ഒരുപാട് ഗെയിമുകൾ ഇങ്ങനെ കുറേ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് കളിയിൽ നമുക്ക് എന്താവുള്ളൂ, കൂടുതൽ ബിറ്റ്കോയിൻ പോയിൻ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ റിവാർഡ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മാക്സിമം ഈ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം കളിച്ച് മാക്സിമം ബിറ്റ്കോയിൻ ഏൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ടാപ്സാപ്പിൻ്റെ 2-3 ആൻസർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിന് പുറമെ ഇതിൻ്റെ ടെലിഗ്രാം ലിങ്കും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൽ മൈൻ ചെയ്യാം, മൈൻ ഗെയിമാണ്. മൈൻ ഗെയിം നമ്മൾ സെറ്റ് ചെയ്യാം. കളിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ എന്താ പറയുക, 2 4 ആക്കി. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, 4ൻ്റെ അടുത്ത ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്നതാണ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇപ്പം ഇനി നമുക്ക് 2 ആണെങ്കിൽ 4ൻ്റെ അടുത്ത് കൊണ്ടുവരാം, 4 ആണെങ്കിൽ 8ൻ്റെ അടുത്ത് കൊണ്ടുവരാം. അപ്പോൾ വലിയ കുറേ കളങ്ങളാവുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് വലിയ സംഖ്യ ആകുമ്പോൾ നമുക്ക് 4ൻ്റെ അടുത്ത് കൊണ്ടുവന്ന് 4 8 8 16 ആക്കി. അപ്പോൾ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ആക്കാൻ കഴിയുക. അവിടെ കളങ്ങൾ കുറേ ഫുള്ളായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ജോയിൻ്റ് ആക്കാൻ കഴിയില്ല, ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കളിക്കുക. ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏകദേശം കളിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ 64ലേക്ക് എത്തിച്ച് ഞാൻ 2000 കോയിനും പെട്ടെന്ന് തന്നെ മൈനാവുകയും ചെയ്തു. സപ്ലൈ ഒരുപാടുണ്ട് ഈ കോയിന്. ഈ കോയിൻ ബേണിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരേണ്ടി വരും സപ്ലൈ കുറയണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 16 എത്തിച്ച് 32 അടുത്തേക്ക് എത്തിച്ച് 64 അടുത്തേക്ക് എത്തിച്ച്. അപ്പോൾ ഈ ലെവലിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ കളം കൊണ്ട് പെട്ടെന്ന് തന്നെ വലിയ എമൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, 8നെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ
4 വെട്ടാക്കി വീണ്ടും അതെന്ത് ജോയിൻ്റ് ആക്കി. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നോക്കുക, മാക്സിമം പോയിൻ്റ് ഏൺ ചെയ്യുക.